Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis. The Piece of Wild Things by Wendell Berry, FIUGP, AC English Science, First Semester, Calcutta University. Summary of the Piece of Wild Things. അപ്പോൾ ഒരു കവിതയാണ് അതിൻ്റെ സമ്മറിയാണ്. വെൻഡൽ ബെറീസ് പോം ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് ഈസ് എ പവർഫുൾ റിഫ്ലക്ഷൻ ഓൺ ദ ഹീലിംഗ് പ്രസൻസ് ഓഫ് നേച്ചർ ഡ്യൂറിങ് ടൈംസ് ഓഫ് ഹ്യൂമൻ ആങ്സൈറ്റി. അപ്പോൾ ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് എന്ന് പറയുന്നത് ഒരു കവിതയാണ്. വെൻഡൽ ബെറിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം ഒരു പവർഫുൾ റിഫ്ലക്ഷൻ നൽകുകയാണ്. അതായത് മനുഷ്യന്മാരുടെ ഉത്കണ്ഠ നിറഞ്ഞ ആ ഒരു സമയത്ത് പ്രകൃതി എങ്ങനെയാണ് ഒരു ഹീലിംഗ് പ്രസൻസ് ആകുന്നത്, അതായത് ഒരു ആശ്വാസമാകുന്നത്. അതായത് നമുക്ക് മനസ്സിൽ നല്ല ഭാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അതിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ പ്രകൃതി എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. വെൻഡൽ ബെറി ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ, ഫാമർ ആൻഡ് എൻവയറമെൻ്റൽ തിങ്കർ. വെൻഡൽ ബെറി ഒരു അമേരിക്കൻ റൈറ്ററാണ്, ഫാമറാണ്, അതുപോലെ ഒരു പരിസ്ഥിതി ചിന്തകനാണ്. ദ പോം സ്പീക്സ് ടു ദ ടൈംലെസ് തീം ദാറ്റ് മാൻകൈൻഡ് മസ്റ്റ് റീകണക്ട് വിത്ത് നാച്ചുറൽ വേൾഡ് ടു ഫൈൻഡ് ട്രൂ പീസ്. അപ്പോൾ ഈ ഒരു പോം നമ്മളോട് പറയുന്നത് നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിനെ ആശ്രയിക്കണം, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറയുന്നുണ്ട്. Berry brings to the poem his lifelong belief that harmony with nature is essential for spiritual and emotional well-being. അതുപോലെ തന്നെ നമ്മുടെ കവി ഈ ഒരു കവിതയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മുഴുവനുള്ള ഒരു വിശ്വാസം കൊണ്ടുവരുന്നുണ്ട്. അതായത് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് വികാരപരമായിട്ടും അതുപോലെ ആത്മീയപരമായിട്ടൊക്കെ ഉള്ള നന്മക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയെ ആശ്രയിക്കാം. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടും എന്ന് പറയുന്നുണ്ട്. ദ പോം ഓപ്പൺസ് വിത്ത് എ പേഴ്സണൽ കൺഫെഷൻ ഓഫ് ഡെസ്പെയർ ആൻഡ് ഫിയർ. അപ്പോൾ ഈ ഒരു കവിത തുടങ്ങുന്നത് തന്നെ ഒരു പേഴ്സണൽ കൺഫെഷനാണ്, ഒരു തുറന്ന പറച്ചിലോട് കൂടിയിട്ടാണ്. ഒരു നിരാശ, ഒരു ഭയം ഒക്കെ നമുക്ക് കവിതയുടെ ആദ്യത്തിൽ കാണാൻ കഴിയും. The speaker describes walking in the middle of the night, overwhelmed by thoughts about the future, but their own and their children's. അപ്പോൾ കവി ഇതിൽ വിവരിക്കുന്നുണ്ട്, മിഡിൽ ഓഫ് ദ നൈറ്റിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ മനസ്സിൽ ഭാവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആശങ്കകൾ, തൻ്റെ ഭാവിനെ കുറിച്ചിട്ടും തൻ്റെ മക്കളുടെ ഭാവിനെ കുറിച്ചിട്ടൊക്കെയുള്ള ആശങ്കകൾ ഒരുപാടുണ്ട്. This emotional turmoil mirrors the larger anxieties of modern society, which very often critiques, worries about ecological destruction, social instability, and the increased disconnect between humans and earth. ഈ ഒരു ഇമോഷണൽ ടർമോയിൽ എന്ന് പറയുന്നത് അതായത് വികാരപരമായിട്ടുള്ള ഒരുപാട് റെസ്റ്റ്ലെസ്നെസ്, ഒരു അസ്വസ്ഥതകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഉത്കണ്ഠകളാണ് കാണിക്കുന്നത്. അതിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വെറീസ് അബൌട്ട് ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, ജൈവ വൈവിധ്യത്തിൻ്റെ നാശത്തെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠകൾ, സോഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് സാമൂഹിക അസ്ഥിരതയെ കുറിച്ചിട്ടുള്ള ഉത്കണ്ഠകൾ, അതുപോലെ മനുഷ്യരും ഏർത്തും തമ്മിലുള്ള ബന്ധമില്ലാത്ത ആ ഒരു അവസ്ഥനെ, ആ ഒരു ഡിസ്കണക്ഷനെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠകൾ, അങ്ങനെ ഒരുപാട് ഉത്കണ്ഠകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. The speaker's sleeplessness represents a universal moment of vulnerability when fear grips the mind and refuses to let go. അതുപോലെ നമ്മുടെ സ്പീക്കറുടെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിലെ ഒരു വൾണറബിലിറ്റിനെ, അതായത് ഒരു ദുർബലതയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഭയമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സീക്കിംഗ് എസ്കേപ്പ് ഫ്രം ദീസ് സഫോക്കേറ്റിംഗ് തോട്ട്, ദ സ്പീക്കർ ടേൺസ് ടു ദ നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ആങ്സൈറ്റിയിൽ നിന്ന് ഒക്കെയുള്ള രക്ഷപ്പെടൽ എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് തിരിയലാണ്. പ്രകൃതിയിൽ ആശ്വാസം കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ആങ്സൈറ്റിയിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം കിട്ടുന്നത്. They go outside and lie down where the wood drake rests on the water and the great heron feeds. അദ്ദേഹം പ്രകൃതിയിലേക്ക് പോയി, അവിടെ എന്തുണ്ട്, വുഡ് ഡ്രേക്ക്, അതായത് കാട്ടിലെ ആൺതാറാവുകൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് ഹെറോൺ, അതായത് വലിയ കൊക്കുകൾ ഇര പിടിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് സമാധാനം കണ്ടെത്താൻ കഴിയുന്നത്. ദി ഷിഫ്റ്റ് ഫ്രം ദ ക്ലോസ്ട്രോഫിക്
space of troubled thoughts to the openness of the natural landscape marks the beginning of healing. ഇവിടെ ഒരു ഷിഫ്റ്റ് പറയുന്നുണ്ട്. അതായത് ക്ലോസ്ട്രോഫിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു സ്പേസാണ്. അടഞ്ഞു കിടക്കുന്ന അതിനോടുള്ള ഒരു ഭയത്തിനെയാണ് ക്ലോസ്ട്രോഫോബിക് എന്ന് പറയുന്നത്. ആ ഒരു സ്പേസിൽ നിന്ന് അവിടെ അതായത് ഈ മനുഷ്യരിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റീസ്, ഒരുപാട് ഉത്കണ്ഠകളും ഭാവിനെ കുറിച്ചിട്ടുള്ള പേടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ക്ലോസ്ട്രോഫോബിക് സ്പേസാണ്. ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഇടമാണ്. അവിടെ നിന്ന് ഓപ്പൺനെസ് ഓഫ് ദ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, അതായത് പ്രകൃതിയിലേക്കുള്ള ഒരു തുറന്ന ഇടത്തേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ഓഫ് ഹീലിംഗ് ആണ്. അതായത് അത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു ആങ്സൈറ്റിയിൽ നിന്നുള്ളൊരു മോചനമാണ്, ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒന്നാണ് പ്രകൃതിയിലേക്കുള്ള ആ ഒരു തുറന്ന സ്പേസ് എന്ന് പറയുന്നത്. Burry uses these images of wildlife to emphasize the quiet wisdom of non-human creatures, beings who live simply without agonizing over the future. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇമേജറി യൂസ് ചെയ്തിട്ടുണ്ട് വൈൽഡ് ലൈഫിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഗ്രേറ്റ് ഹെറോൺ, അതുപോലെ വുഡ് ഡ്രേക്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഇവരൊന്നും ഒരിക്കലും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആശങ്കപ്പെട്ടിട്ടില്ല. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആശങ്കപ്പെടാതെ വളരെ പീസ്ഫുള്ളായിട്ടാണ് പ്രകൃതിയിൽ ജീവിക്കുന്നത്. ദ വൈൽഡ് തിങ്സ് ആർ ഫ്രീ ഫ്രം ആങ്സൈറ്റി, ദ ലിവ് ഇൻ ദ പ്രസൻറ്റ് അക്സെപ്റ്റിംഗ് ലൈഫ് ആസ് ഇറ്റ് അൺഫോൾഡ്സ്. അതായത് കാട്ടിലെ ഓരോ സാധനങ്ങളും, അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ അവർ ആങ്സൈറ്റിയിൽ നിന്ന്, അതായത് ഉത്കണ്ഠയിൽ നിന്ന് അവർ മോചിതരാണ്. അവർക്ക് ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു പേടിയോ ബേജാറോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അവർ പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. As the speaker watches these animals, they describe entering the presence of wild things who do not tax their lives with forethought of grief. അവർ ഒരിക്കലും, അതായത് ഈ വൈൽഡ് തിങ്സ് ഒരിക്കലും ദുഃഖത്തിലല്ല അവരുടെ ജീവിതം. അതായത് അവർ ആശങ്കപ്പെടുന്നില്ല അവരുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ഓർത്തിട്ട്. അവർ പ്രസൻസിലാണ്, അതായത് പ്രകൃതിയുടെ പ്രസൻസിൽ, പ്രകൃതിയുടെ ആ ഒരു സാന്നിധ്യത്തിൽ വളരെ സമാധാനപൂർവ്വമായിട്ടാണ് ജീവിക്കുന്നത്. The soft stillness of the water and the distant glow of the day blind stars provide a setting untouched by human burdens. അതായത് ഇവിടെ കുറച്ച് ഇമാജറി പറയുന്നുണ്ട്. വാട്ടറിൻ്റെ ആ ഒരു നിശ്ചലാവസ്ഥ, അതുപോലെ ആ ഒരു ഡേൻ്റെ ബ്ലൈൻഡ് സ്റ്റാർസിൻ്റെ ആ ഒരു ഗ്ലോ ഓഫ് ദ ഡേ ബ്ലൈൻഡ് സ്റ്റാർസ്, ഇതൊക്കെ ഈ ഒരു സെറ്റിങ്സൊക്കെ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ബേർഡൻസ്. മനുഷ്യരുടെ സാന്നിധ്യം ഇല്ലാതെ, മനുഷ്യരുടെ ഭാരമില്ലാതെ, അതായത് ആങ്സൈറ്റീസ് ഒന്നും ഇല്ലാതെ, മനുഷ്യരുടെ കൈകടത്തലുകളില്ലാത്ത ഒരു ഒന്നാണ് ഈ ഒരു പ്രകൃതിയുടെ ഇമേജറീസ് ആയിട്ടുള്ള ദ സോഫ്റ്റ് സ്റ്റിൽനെസ് ഓഫ് ദ വാട്ടർ ആൻഡ് ദ ഡിസ്റ്റൻസ് ഗ്ലോ ഓഫ് ദ ഡേ ബ്ലൈൻഡ് സ്റ്റാർ തുടങ്ങിയിട്ടുള്ളതൊക്കെ. In nature, the speaker experiences a profound shift. Their fears loosen their grip and a deep, almost sacred calm settles within them. പ്രകൃതിയിൽ സ്പീക്കർക്ക് അനുഭവപ്പെടുന്നുണ്ട്. തൻ്റെ ഭാരമെല്ലാം പ്രകൃതിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്പീക്കറിന്. അവിടെ ഒരു കാംനെസ്, അതായത് ഈ പ്രകൃതിയിൽ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഉത്കണ്ഠകൾക്കൊക്കെ ഒരു മോചനം കിട്ടി വളരെ പീസ്ഫുള്ളായിട്ട് നല്ലൊരു സമാധാനത്തോടു കൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. By the poem's end, the speaker finds temporary but meaningful refuge in what Burry calls the grace of the world. This grace is nature's quiet ability to soothe, restore and liberate the troubled human spirit. അപ്പോൾ ഈ കവിതയുടെ അവസാനത്തിൽ സ്പീക്കർ കണ്ടെത്തുന്നുണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ഇടം, ഒരു അഭയസ്ഥാനം കണ്ടെത്തുന്നുണ്ട്. അവിടെ അതിനെ നമ്മുടെ സ്പീക്കർ വിളിക്കുന്നത് ഗ്രേസ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. ഇതിൽ പ്രകൃതിക്ക് സ്പീക്കറുടെ ആ ഒരു വേദനകൾ, ആ ഒരു ദുഃഖങ്ങളൊക്കെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഒരുപാട് പ്രോബ്ലംസിന് സമാധാനം കണ്ടെത്താനൊക്കെ പ്രകൃതിയിൽ നിന്ന് കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫോർ എ മൊമെൻറ്റ് ദ സ്പീക്കർ ഈസ് ഫ്രീ ഫ്രം വെറി, ഫ്രീ ഫ്രം ഫിയർ ആൻഡ് റീയുണൈറ്റഡ് വിത്ത് ദ സ്റ്റഡി റിതംസ് ഓഫ് നാച്ചുറൽ വേൾഡ്. ആ ഒരു നിമിഷത്തിൽ സ്പീക്കർ തൻ്റെ ആശങ്കകളിൽ നിന്ന് മോചിതനാണ്. അതുപോലെ
ഈ ഒരു നാച്ചുറൽ വേൾഡിൻ്റെ ആ ഒരു സ്റ്റഡി റിതംസിൽ അദ്ദേഹം റീയുണൈറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് സമ്മറി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ്. The piece of wild things. When despair for the world grows in me. അതായത് ലോകത്തെക്കുറിച്ചിട്ടുള്ള നിരാശ എന്നിൽ വളരുമ്പോൾ. ആൻഡ് ഐ വേക്ക് ഇൻ ദ നൈറ്റ് അറ്റ് ദ ലീസ്റ്റ് സൗണ്ട്. നേരിയ ശബ്ദത്തിൽ പോലും ഞാൻ രാത്രി ഉണരുമ്പോൾ. ഇൻ ഫിയർ ഓഫ് വാട്ട് മൈ ലൈഫ് ആൻഡ് മൈ ചിൽഡ്രൻസ് ലിവ്സ് മേ ബി. എനിക്ക് പേടിയാണ്, അതായത് എൻ്റെ ജീവിതവും എൻ്റെ കുട്ടികളുടെ ജീവിതവും ഒക്കെ എന്തായിത്തീരുമെന്നുള്ള ഒരു ഭയം എനിക്കുണ്ട്. I go and lie down where the wood drake rests in his beauty on the water and the great heron fades. അതായത് ഞാൻ പോയി കിടക്കുന്നത് ഈ ഒരു ആശങ്കകളൊക്കെ വരുന്ന സമയത്ത്, എൻ്റെ കുട്ടികളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, എൻ്റെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഒക്കെ, ഈ ആശങ്കകളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് രാത്രികളിൽ ഉറക്കമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി കിടക്കുന്നത് കാട്ടുതാറാവ്, വുഡ്രൈക്ക് എന്ന് പറഞ്ഞാൽ കാട്ടുതാറാവാണ്. കാട്ടുതാറാവ് വെള്ളത്തിൽ അതിൻ്റെ ഭംഗിയോടെ വിശ്രമിക്കുന്നിടത്തും, അതുപോലെ ഗ്രേറ്റ് ഹെറോൺ എന്ന് പറയുന്നത് വലിയ കൊക്കാണ്. വലിയ കൊക്ക് ഇര തേടുന്നിടത്തൊക്കെയാണ് ഞാൻ പോയി കിടക്കുന്നത്. ഐ കെയിം ഇൻ ടു ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ്. ഞാൻ വന്യജീവികളുടെ ശാന്തിയിലേക്ക് വരുന്നു. ഹു ഡു നോട്ട് ടാക്സ് ദെയർ ലിവ്സ് വിത്ത് ഫോർ തോട്ട് ഓഫ് ഗ്രീഫ്. അവരൊരിക്കലും ദുഃഖത്തെക്കുറിച്ചിട്ടുള്ള മുൻകരുതലുകൾ, അങ്ങനെയുള്ള ചിന്തകൾ തങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്താതെ അവർ മുന്നോട്ട് പോകുന്നത്. അതായത് അവരിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള ചിന്തകളോ ദുഃഖമോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഐ കെയിം ഇൻ ടു ദ പ്രസൻസ് ഓഫ് സ്റ്റിൽ വാട്ടർ. ഞാൻ നിശ്ചലമായ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. ആൻഡ് ഐ ഫീൽ അബോവ് മീ ദ ഡേ ബ്ലൈൻഡ് സ്റ്റാർ. മുകളിൽ പകൽ അന്ധരായ നക്ഷത്രങ്ങൾ. വെയിറ്റിംഗ് വിത്ത് ദെയർ ലൈറ്റ്. അവയുടെ പ്രകാശവുമായിട്ട് കാത്തിരിക്കുന്നത് ഞാൻ അറിയുന്നു. ഫോർ എ ടൈം ഐ റെസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഐ എം ഫ്രീ. ഒരു നിമിഷത്തേക്ക് ഞാൻ ലോകത്തിൻ്റെ കൃപയിൽ വിശ്രമിക്കുന്നു, സ്വതന്ത്രനാവുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.